അങ്ങനെ ഞാൻ സിഡ്നിയിലെത്തി. ഇമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ കുറച്ച് അധികം സമയമെടുത്തു. എന്തിനു വന്നു, എവിടെ വർക്ക് ചെയ്യുന്നു, ഓഫീസ് അഡ്രസ്സ് എന്താണ്, എത്ര നാളുണ്ട്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ലഗേജ് എടുക്കാൻ പോയി. എന്റെ ബാഗ് നേരത്തെ തന്നെ എത്തി എന്നെ നോക്കി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അടുത്ത് പോയി എടുക്കാൻ നോക്കുമ്പോഴാണ് ട്വിസ്റ്റ്. ബാഗ് എന്റെ അല്ല, വേറെ ആരുടെയോ ആണ്. ബട്ട് സെയിം ബാഗ് കളർ, സെയിം ബ്രാൻഡ്. പോരാഞ്ഞിട്ട് ഒരു തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സത്യം ഞാൻ മനസ്സിലാക്കി. എന്റെ ബാഗ് ആരോ മാറി എടുത്തോണ്ട് പോയി. എന്റെ ഫുൾ ഡ്രസ്സും കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ അതിലാണ്. രണ്ടാമത്തെ ലഗേജ് വരുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് എന്റെ കുറെ ഫോറിൻ മണി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതും ഇതിനിടയ്ക്ക് വന്നു. ഞാൻ നേരെ ലഗേജ് സെക്ഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തതിന് ശേഷം എന്നോട് പൊക്കോളാൻ പറഞ്ഞു. 24 hours കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ തിരിച്ചു കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞു. ചേടാ, ഇതൊന്നും ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനെന്ന് ഇങ്ങനെ ആലോചിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല എന്ന് മനസ്സിലായി. നേരെ പുറത്തിറങ്ങി. അതിനു മുന്നേ ഞാനൊരു സിം ഒക്കെ എടുത്തു. അത് ഏകദേശം $130 ആയി. അപ്പൊ തന്നെ സംഭവം ആക്ടിവേറ്റ് ആയി. ആ നമ്പർ എയർപോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ടാക്സി പിടിച്ച് നേരെ ഹോട്ടലിലോട്ട് വിട്ടു. ഒരു പാകിസ്ഥാൻകാരനായിരുന്നു. പുള്ളിയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ആര് കേൾക്കാൻ? ഞാൻ ഇപ്പോഴും ആ ലഗേജിലാണ്. പാരമാട്ട എന്ന സ്ഥലത്തെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹാർഡ്ലി 30 minutes മാത്രമേ ഉള്ളൂ. $100 മേടിച്ചു, വിച്ച് ഇസ് അറൌണ്ട് 5600 rupees. ഇതാണ് എന്റെ ഹോട്ടൽ കേട്ടോ. അവിടെ ചെന്നപ്പോൾ 2 മണിക്കാണ് ചെക്ക് ഇൻ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ലഗേജ് അവിടെ വെച്ചിട്ട് അടുത്തുള്ള വെസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെന്ററിൽ പോയി മാറി ഉടുക്കാനുള്ളതൊക്കെ മേടിക്കാൻ ഓർത്തു. എന്റെ സിമ്മിലോട്ട് ഫസ്റ്റ് കോൾ എയർപോർട്ടിൽ നിന്ന് വന്നു. എന്റെ ലഗേജ് ആരോ എടുത്ത് കാൻബറ എന്ന സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയി. അവര് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ ഹോട്ടലിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് ടൈം ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കാവേ.